ഗോതമ്പിൻ പാടത്തിന്ന് കനകപ്പൂമണി കൊയ്തു മെതിക്കാൻ ഇടനെങ്കിൽ പാട്ടും പേരി പോണോരേ. ഒരു നേരം നിന്നെങ്കിൽ ഒരു നല്ല കഥ പറയാം. ദൈവത്തെ സ്നേഹിച്ച അന്നം പെണ്ണിന്റെ കരളറിയിക്കുന്നൊരു കഥ പറയാം. ഗോതമ്പു പാടം കൊയ്യുന്ന നേരം കേൾക്കാനവന്ന് കാതിൽ കൂടി ഇഷ്ടമായി തന്നെ നീ കൊയ്ത്തുപാട്ട് ഇടയ്ക്കുള്ള ദൈവത്തിൻ പ്രാർത്ഥനയും കേൾക്കാന തങ്ങളുടെ രണ്ടാം വധുവ അന്നയെ അന്നവൻ പരിണയിച്ചു. വയൽക്കിളി കളിയാക്കി പലരും ചൊല്ലി നാണം കൊണ്ടാ പെണ്ണ് കൊടുത്തും പോയി. കേൾക്കാന തങ്ങളുടെ രണ്ടാം ഭാര്യ അന്നയ്ക്ക് കുട്ടികൾ ജനിച്ചതില്ല. അവസരം പാർത്ത് പെണ്ണീനായും പുത്രനും അന്നായെ ചേർന്ന് കളിയാക്കി. ദൈവത്തെ വിളിച്ചു കേണു അന്നാഥൻ പ്രാർത്ഥന ദൈവം കേട്ടു. വിട്ടുവീണ പാടത്ത് ഗോതമ്പ് വിളഞ്ഞപ്പോൾ അന്നതൻ ഉള്ളിൽ ജീവൻ കൊടിച്ചേ. ശീതക്കാറ്റായു വീശി മാനം തെളിഞ്ഞപ്പോൾ ഭവനത്തിൽ നിന്നൊരു കുഞ്ഞിന്റെ തേങ്ങൽ. പൗർണമി ചേരിലൊരു ആൺകുഞ്ഞ് മുഖത്തോ ദൈവത്തിൻ ചൈതന്യം ഒഴുകുന്നു. കുഞ്ഞിന്റെ തേരു കണ്ട് പ്രായി നാട്ടുകാർ പലരും ദൈവത്തെ സ്തുതിച്ചിരുന്നു. അന്നക്കെങ്ങനെ തേജസ്വിയായൊരു ആൺകുഞ്ഞ് കൂട്ടത്തിൽ പുരോഹിതൻ നേടി ചൊല്ലി ദൈവത്തിൻ അനുഗ്രഹം ഇതു തന്നെ. ഏൽക്കാനും കുടുംബം ബലി നൽകാൻ പോകുമ്പോൾ അന്നായ കുഞ്ഞിനെ വിളിച്ചിരുന്നു. ഇന്നു നമ്മൾ ദേവാലയത്തിൽ പ്രാർത്ഥനയ്ക്കായി പോകുന്നു. ഇത് ദൈവത്തിൻ ദാനമല്ലേ. നെഞ്ചു തുടിക്കുന്ന വാക്കാളെന്ന് ഉറക്കെ ചൊല്ലി പൈതലല്ലേ ഇവന്റെ കുലക്കുടി മാറട്ടെ പിച്ച നടക്കാനായിരത്തെ. അന്നത്തെ വാക്കു കേട്ട് കേൾക്കാനൊരു സംശയം. താകുവേലിനെ ദൈവത്തിനായി സമർപ്പിക്കാനായി ഏറ്റതല്ലേ. പ്രാർത്ഥനയാ ദൈവം തന്നതല്ലേ. ഭക്തയാം അന്ന ഭർത്താവിനോട് ചൊല്ലി വരുന്ന നാളിൽ കർത്താവിൻ സന്നിധിയിൽ സാമുവേലിനെ സമർപ്പിച്ചിടാം. കൊയ്ത്തും പാട്ടും മേളവും ഉയരുന്നു പാടങ്ങൾക്കിടയിലൂടെ. കുലകുടി മാറിയ പിച്ച നടക്കുന്ന കുഞ്ഞിനെ സമർപ്പിച്ച ശിലോയിലേക്കോടവേ അന്നവൻ തളിച്ചു നിന്നു. ഇത്രയും നാൾ താലാട്ടി വളർത്തി മകനെ പിരിയുവാനാകാതെ അവൾ തൻ മനം പിടഞ്ഞു. നെഞ്ചകം തകർന്നമ്മ നിലത്തിരുന്നു. പൈതലെ നെഞ്ചോട് ചേർത്തു ചൊല്ലി നേർച്ചകൾ നേർന്നപ്പോൾ ലഭിച്ചതല്ലേ. യഹോവയ്ക്കാകിന്നെ സമർപ്പിച്ചു പോ. വർഷങ്ങൾ 3 പ്രാർത്ഥിച്ചു കിട്ടി ദൈവത്തിൻ ദാനമായി